എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. ദുരന്ത നിവാരണ മാനേജ്മെൻറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യം എന്താണ് ദുരന്തം എന്നതിനെക്കുറിച്ചാണ്. ലോകത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ മിക്കവാറും എല്ലാ ദിവസവും പത്രങ്ങളിൽ, റേഡിയോയിലും ടെലിവിഷനിലും ചാനലിലും ലഭ്യമാണ്. എന്നാൽ ഒരു ദുരന്തം എന്താണ്? ദുരന്തം എന്ന പദത്തിൻ്റെ ഉത്ഭവം ഫ്രഞ്ച് പദമായ ഡെസ് എന്നതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഡെസ് എന്നാൽ മോശം എന്നർത്ഥം വരുന്ന വാക്കാണ്. അതിൻ്റെ കൂടെ നക്ഷത്രം എന്നർത്ഥം വരുന്ന ആസ്റ്റർ എന്നീ രണ്ട് പദങ്ങളുടെ സംയോജനമാണ് ഡിസാസ്റ്റർ. അതായത് മോശം അല്ലെങ്കിൽ ദുഷ്ട നക്ഷത്രം എന്നാണ് ഡിസാസ്റ്ററിനെ കുറിച്ച് പറയപ്പെടുന്നത്. ഒരു ദുരന്തത്തെ സമൂഹത്തിൻ്റെയോ അതിൻ്റെ പ്രവർത്തനത്തിൽ ഗുരുതരമായ തടസ്സം സൃഷ്ടിക്കുകയും അത് ബാധിത സമൂഹത്തിന് സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് നേരിടാനുള്ള കഴിവിനേക്കാൾ കൂടുതലായി ഭൗതിക, സാമ്പത്തിക, സാമൂഹികമായ അല്ലെങ്കിൽ പാരിസ്ഥിതിക നഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ ഒരു ദുരന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദുരന്തം എന്നത് അപകട സാധ്യത, ദുർബലത, അപകട സാധ്യത കുറയ്ക്കാനുള്ള അപര്യാപ്തത അല്ലെങ്കിൽ നടപടികളുടെ സംയോജനത്തിൻ്റെ ഫലമാണ്. ഒരു ദുരന്തം സംഭവിക്കുന്നത് ദുർബലരായ ജനങ്ങളെ ബാധിക്കുകയും നാശനഷ്ടങ്ങൾ, തടസ്സങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുമ്പോഴാണ്. നമുക്കറിയാവുന്നതുപോലെ വെള്ളപ്പൊക്കം, ഭൂകമ്പം, ചുഴലിക്കാറ്റ് പോലുള്ള ഏതൊരു അപകടവും കൂടുതൽ അപകട സാധ്യത എന്ന് മീൻസ് വിഭവങ്ങളുടെ ലഭ്യത കുറവുള്ള ജനങ്ങൾ, രോഗികൾ, വൃദ്ധർ, അവബോധമില്ലാത്തവർ, അതായത് ദുരന്തത്തെക്കുറിച്ച് അറിവില്ലാത്തവർ, ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക. സ്വത്തിനും ജീവനും ഒക്കെ നാശനഷ്ടങ്ങളുണ്ടാകും. ഒരു ഭൂകമ്പം ആളുകളെയും അവരുടെ സ്വത്തുക്കളെയും പ്രവർത്തനങ്ങളെയും ബാധിക്കുമ്പോൾ മാത്രമേ നമ്മളതിനെ വിനാശകരമാകൂ. അതിനാൽ അപകടങ്ങളും ദുർബലതയും കൂടി ചേരുമ്പോഴും മാത്രമേ ഒരു ദുരന്തം സംഭവിക്കുള്ളൂ. അപ്പോൾ ഒരു ദുരന്തം എങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപകടത ഉണ്ടായിരിക്കണം, ദുർബലത ഉണ്ടായിരിക്കണം, അതിനെ നേരിടാൻ ആ സമൂഹത്തിന് കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനൊരു ശേഷിയും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നത്. അതായത് അപകട സാധ്യത, ദുർബലത, ശേഷി എന്നീ 3 പ്രധാന ഘടകങ്ങളെ ഉചിതമായ ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ ദുരന്ത നിവാരണത്തിൽ പഠിക്കുന്നത്. അപ്പം അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് അപകടം എന്നുള്ളത്. അതിനെ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? ജീവന് പരിക്കേൽപ്പിക്കപ്പെടുന്നതിനോ സ്വത്തിനോ പരിസ്ഥിതിക്കോ നാശനഷ്ടമുണ്ടാകുന്നതിനോ സാധ്യതയുള്ള അപകടകരമായ അവസ്ഥ അല്ലെങ്കിൽ സംഭവം എന്ന് നമുക്കതിനെ നിർവചിക്കാം. അപകട സാധ്യത എന്ന വാക്കിൻ്റെ ഉത്ഭവം പഴയ ഫ്രഞ്ചിൽ നിന്നാണ്. അതായത് ഹസാർഡ് എന്ന പദത്തിൽ നിന്നാണ്. അതിന് അറബിയിൽ അർത്ഥം അവസരം അല്ലെങ്കിൽ ഭാഗ്യം എന്നാണ് അർത്ഥം വരുന്നത്. അതായത് അപകടം ഭാഗ്യം എന്ന് വരുന്ന സഹർ എന്ന പദത്തിൽ നിന്നാണ് അപകടം എന്ന വാദം വന്നിരിക്കുന്നത്. അപകടങ്ങളെ പ്രകൃതിദത്തം, മനുഷ്യനിർമ്മിതം എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങൾ എന്നത് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കാലാവസ്ഥാ ശാസ്ത്രപരമായോ ഭൗമശാസ്ത്രപരമായോ ജൈവശാസ്ത്രപരമായോ ആയ അപകടങ്ങൾ, ചുഴലിക്കാറ്റ്, സുനാമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി വേറൊരു കൂട്ടമുണ്ട്. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വരൾച്ച, തീപിടുത്തങ്ങൾ എന്നിവ സാമൂഹിക പ്രകൃതി അപകടങ്ങളാണ്. കാരണം അവയുടെ കാരണങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമാണ്. ഉദാഹരണത്തിന് കനത്ത മഴ മണ്ണിടിച്ചിൽ കാരണമാകുമെങ്കിൽ മനുഷ്യൻ്റെ മാലിന്യങ്ങൾ നിറഞ്ഞ അഴുക്കുചാലുകൾ തടസ്സം മൂലം വെള്ളപ്പൊക്കമുണ്ടാകാം. മനുഷ്യൻ പ്ലസ് പാരിസ്ഥിതികമായുള്ള കാര്യങ്ങൾ. മനുഷ്യനിർമ്മിത അപകടങ്ങൾ എന്നത് മനുഷ്യൻ്റെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളെയാണ് 3ാമത്തെ വിഭാഗത്തിൽ പെടുത്തുന്നത്. മനുഷ്യനിർമ്മിത അപകടങ്ങൾ എന്ന് പറയുന്ന വ്യവസായങ്ങളുമായോ ഊർജ്ജ ഉൽപ്പാദന സൗകര്യങ്ങളായോ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ഫോടനങ്ങൾ, വിഷമാലിന്യങ്ങളുടെ ചോർച്ച, മലിനീകരണം, അണക്കെട്ട് തകരൽ, യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര കലഹങ്ങൾ, ഇവയൊക്കെ നമ്മൾ പെടുന്നത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ദുർബലതയെക്കുറിച്ചാണ്. ഒരു പ്രത്യേക അപകടത്തിൻ്റെ ആഘാതത്താൽ ഒരു സമൂഹം അതിൻ്റെ ഘടന, സേവനങ്ങൾ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പ്രദേശം എത്രത്തോളം നാശത്തിന് വിധേയമാകാം അല്ലെങ്കിൽ തടസ്സപ്പെടാം, അതാണ് നമ്മൾ എന്തുകൊണ്ടും ഉദ്ദേശിക്കുന്നത്, അപകടകരമായ ഭൂപ്രദേശങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കാരണങ്ങൾ ഉദ്ദേശിച്ച് നമുക്ക് ദുർബലതയെ നിർവചിക്കാവുന്നതാണ്.